സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറല്ല. ആ വിഷയങ്ങൾ പറയാൻ തയ്യാറല്ല. കാരണം അതിശക്തമായ വെറുപ്പും എതിർപ്പും ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ പാലസ്തീനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ് CAA കുറിച്ചും പാലസ്തീനെ കുറിച്ചും പറഞ്ഞത്. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ പാലസ്തീനെ കുറിച്ചും മിണ്ടിയിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇറക്കുന്ന ഒരു സ്പെഷ്യലാണ് പാലസ്തീൻ. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായപ്പോൾ പാലസ്തീൻ വീണ്ടും കൊണ്ടില്ല. അന്ന് CAAയും പാലസ്തീനും ആയിരുന്നു. അന്ന് ഇതിന്റെ ഇടയിൽ ഈ വിഷയം ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇതുവരെ ഈ വിഷയം കോൺഗ്രസ് പതിറ്റാണ്ടുകളായി പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയത്. ആ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കുന്ന BJPയുമായി ബാന്ധവത്തിലുള്ളവരാണ് കേരളത്തിലെ CPM.